ടി പി ജയേന്ദ്രൻ മാസ്റ്റർ, ഈ പാർട്ടി മുഖപത്രം ഒരു ലേഖനം എഴുതിയതിൻ്റെ വരി ഞാനൊന്ന് വായിക്കാം. ജനങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഭരണം നടത്തുന്ന സർക്കാരിന് ആഘോഷപൂർവം അത് പറയാൻ അവകാശമുണ്ട്. ജനകീയ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ, ജനങ്ങളുടെ മുഖത്തു നോക്കാതെ എന്താഘോഷം? നോക്കൂ കൃഷ്ണരാജ്, വളരെ കൃത്യമായിട്ട് ഇവിടെ മേരി ജോർജ് ആയാലും ശരി, സേനാപതി വേണു ആയാലും ശരി, വളരെ കൃത്യമായിട്ട് കേരളം നവീകരിക്കുന്ന ചിത്രങ്ങളെ കുറിച്ച് പറഞ്ഞു. എന്നെ അത്ഭുതപ്പെടുത്തുന്നത് എൻ്റെ സുഹൃത്ത് സുരേഷ് ബാബുവിന്റെ വാദങ്ങളാണ്. അദ്ദേഹം പറയുന്നു, നേടിയെടുത്ത നേട്ടങ്ങൾ ജനങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടി ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് വെച്ച് ഞങ്ങൾ പ്രചരിപ്പിക്കുന്നു. കേന്ദ്ര സർക്കാർ ഡൽഹിയിൽ ചെയ്യുന്നില്ലേ എന്നുള്ള ഒരു പരോക്ഷമായ ഒരു ന്യായീകരണം കൂടി അദ്ദേഹം കൊടുക്കുന്നു. ഞാൻ എൻ്റെ സുരേഷ് കുമാറിനോട് ചോദിക്കുന്നു, അല്ല സർ, ഈ സർക്കാരിന്റെ നേട്ടങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് ഡൽഹിയിലാണ് പ്രസിദ്ധീകരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് തിരുവനന്തപുരത്തല്ലേ പ്രസിദ്ധീകരിക്കേണ്ടത്? പകരം യാതൊരു നീതീകരണവുമില്ലാതെ കോടികൾ ചിലവഴിച്ചുകൊണ്ട് ഖത്തറിലും അങ്ങ് ദുബായിലുമൊക്കെ ഉള്ള വിമാനത്താവളങ്ങളിൽ വൻ പരസ്യ പ്രചരണങ്ങൾ നൽകുന്നത് കേരളത്തിലെ അനുഭവിക്കുന്ന ജനങ്ങളുടെ മുമ്പാകെ നൽകുന്നതിനുള്ള ധൈര്യക്കുറവ് കൊണ്ടാണോ? വസ്തുതാപരമായി അത് വിജയിക്കുന്നുള്ള ബോധ്യമാണോ? ഇതൊന്നുമില്ലാതെ പഞ്ചനക്ഷത്ര സമാനമായ ജീവിത സൗകര്യങ്ങളുള്ള വിമാനത്താവളങ്ങളിലൊക്കെ അഭിരമിക്കുന്ന ആളുകളുടെ മുമ്പാകെ കൊടുത്തുകൊണ്ട് അവർ കേരളത്തിലേക്ക് വിളിച്ചു ചോദിച്ചുകൊണ്ട് കിട്ടുന്ന പ്രചരണത്തെ കുറിച്ചാണ്. ഇനി ഇന്നത്തെ പ്രോഗ്രസ് റിപ്പോർട്ടിന്റെ വസ്തുതകൾ എന്തൊക്കെയാണെന്നൊന്ന് പരിശോധിക്കേണ്ടേ? കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ അക്കമിട്ട് സംസ്ഥാനത്തിൻ്റെതായി റീൽസും പ്രചരണങ്ങളും നടത്തുന്നു. നോക്കൂ, കേരളത്തിന്റെ നേട്ടമായി സുരേഷ് ബാബു കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പ്രോഗ്രസ് റിപ്പോർട്ടിൽ പറയുന്നത് കൊച്ചി ബാംഗ്ലൂർ വ്യാവസായിക ഇടനാഴി ഉണ്ടാക്കി എന്നുള്ളതാണ്. കൊച്ചി ബാംഗ്ലൂർ വ്യവസായ ഇടനാഴി ഉണ്ടാക്കുന്നതിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പങ്ക് എന്താണ്? മറ്റൊന്ന് ഗ്യാസ് പൈപ്പ് ലൈനിന്റെ നേട്ടമാണ്. മറ്റൊന്ന് ഇന്ന് തകർന്നുകൊണ്ടിരിക്കുന്ന തർക്കം ഉന്നയിക്കുന്ന നമ്മുടെ ദേശീയപാതയെ കുറിച്ചാണ്. മറിച്ച് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സിൽ ഇവിടെ ഡോക്ടർ മേരി ജോർജ് പറഞ്ഞ മാതിരിയിൽ കോടികൾ മുടക്കി ചിലവഴിച്ച കെ ഫോണിന്റെ ഇന്നത്തെ അവസ്ഥയെ കുറിച്ച് അതിനകത്തുണ്ടോ? കാട്ടിലൂടെ പൂർണ്ണ ഗർഭിണിയായ സുമതി മുരുകനെ, അട്ടപ്പാടിയിലെ വനവാസിയായിരിക്കുന്ന സുമതി മുരുകനെ കമ്പിളി തുണപ്പിൽ പൊതിഞ്ഞ് ഓടക്കഷണത്തിൽ ചുമന്നു കൊണ്ടുപോയ കേരളത്തിലെ ജനങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് ഈ പ്രചരണത്തെ കുറിച്ച് പറയാൻ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ധൈര്യമുണ്ടോ? തിരുവനന്തപുരത്തെ മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെ പൈപ്പ് ലൈനിനുള്ളിൽ മണ്ണ് വാരി തിന്നുന്ന പിഞ്ചു കുഞ്ഞുങ്ങളുടെ കഥയെക്കുറിച്ച് അതിനകത്തുണ്ടോ? നോക്കൂ, സുരേഷ് ബാബു ഞാനും ജീവിക്കുന്നത് കോഴിക്കോട്ടാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരുന്നില്ലാതായിട്ട് എത്ര കാലമായിട്ട് ഉണ്ട് എന്ന് കേരളത്തിലെ ഭരണകക്ഷികൾ എന്ന് എനിക്ക് പറയാൻ സാധിക്കുമോ? കോഴിക്കോട്ട് മുടങ്ങാതെ നടക്കുന്ന തീപിടുത്തത്തിന്റെ മുമ്പിൽ അഗ്നിരക്ഷാ ഉപകരണങ്ങൾ പോലും ഇല്ലാതെ ജീവൻ പണയം വെച്ച് പ്രവർത്തിക്കേണ്ടി വരുന്ന അഗ്നിരക്ഷാ പ്രവർത്തകന്മാരുടെ ദൈന്യതയാർന്ന ചിത്രത്തെ കുറിച്ച് പറയാൻ സാധിക്കും ഈ റിപ്പോർട്ടിനകത്തുണ്ടോ? മാത്രമല്ല, ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സിൽ മറ്റൊന്നുകൂടി എന്റെ മുമ്പിലുണ്ട്. കേരളത്തിന്റെ നിക്ഷേപ സൗഹൃദത്തെ കുറിച്ചാണ്. 29 സംസ്ഥാനമുണ്ട് സുരേഷ് ബാബു സാർ ഇന്ത്യയിൽ. അതിൽ കേരളത്തിന്റെ സ്ഥാനം 28ആണ്. നമ്മുടെ താഴെയുള്ളത് ആകെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഭരിച്ച ത്രിപുര മാത്രമാണ്. വ്യാജ കണക്കുകൾ കൊണ്ട്, സ്റ്റാർട്ടപ്പുകളുടെ കള്ളക്കണക്കുകൾ കൊണ്ട്, പണം കൊടുത്ത ഏജൻസിയെ കൊണ്ട് പ്രചരിപ്പിക്കുന്നവർ മറച്ചു വെക്കുന്നത് 10 പൈസയുടെ വരുമാനമുള്ള ഏതെങ്കിലും ഒരു മലയാളി വ്യവസായി കേരളത്തിൽ വ്യവസായം തുടങ്ങാൻ ധൈര്യം കാണിക്കുമോ? കേരളത്തിലെ വ്യവസായ സൗഹൃദമാവാതെ, കേരളം കാർഷിക വ്യവസായ മേഖലകളെ മെച്ചപ്പെടുത്താതെ മുന്നോട്ട് പോവാൻ കേരളത്തിന് കഴിയില്ലെന്ന് പറഞ്ഞ EM ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെയും ഡോക്ടർ KN രാജിന്റെയും 1980കളുടെ ചർച്ചയിൽ നിന്ന് 1 ഇഞ്ച് കേരളം മുന്നോട്ട് പോയിട്ടുണ്ടോ? കേരളം വിട്ടുപോയ നിരവധി കിറ്റക്സ് ഉൾപ്പെടെയുള്ള നിരവധി വ്യവസായ സംരംഭങ്ങളെ കേരളത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ എന്തെങ്കിലും നടപടികൾ ഈ ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടാക്കിയതായിട്ട് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ? കേരളത്തിലെ പാവപ്പെട്ടവന്റെ ചില കണക്കുകൾ ചൂണ്ടിക്കാണിച്ചു. 100 രൂപ അവർക്ക് കൊടുക്കാനില്ലാത്ത കേരളത്തിലാണ് ശീതീകരിച്ച തൊഴുത്ത് നിർമ്മിച്ച് മുഖ്യമന്ത്രിയുടെ ജാതക പൊരുത്തത്തിനുണ്ടായ പൊരുത്തക്കുറവ് പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അദ്ദേഹത്തിന്റെ വീടുകൾ മോടി പിടിക്കുന്നതിന് വേണ്ടിയുള്ള കോടികളുടെ കണക്ക് പറയുന്നതിന് ഞാൻ എതിരല്ല. പക്ഷേ ആ കോടികളുടെ കണക്ക് പറയുന്നവർ പാവപ്പെട്ട അംഗൻവാടി പ്രവർത്തകന്മാർക്കും ആശാ വർക്കർമാർക്കും 10 രൂപ കൂട്ടിക്കൊടുക്കാനില്ലാതെ ഫണ്ടുകൾ ലാപ്സാവുന്നതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്?
കേരളത്തെ ഇളിച്ചു നോക്കുന്ന ലഹരി മാഫിയ, തകരുന്ന ക്രമസമാധാനം, വർദ്ധിച്ചു വരുന്ന ഭീകര പ്രവർത്തനങ്ങളുടെ അനുഭാവം, രാജ്യത്ത് തകർന്നടിയുന്ന ക്രമസമാധാനം, ഇതിനെക്കുറിച്ചൊക്കെ കോൺഗ്രസ് ഇപ്പോൾ എന്തെങ്കിലും പറയാൻ സാധിക്കുന്നുവോ? കേരളത്തിന്റെ തനിമയാർന്നിരിക്കുന്ന കുലത്തൊഴിലുകളുടെ, കേരളത്തിന്റെ വ്യാവസായികമായ, കേരളത്തിന്റെ തൊഴിൽ രംഗത്ത് സാമൂഹ്യ ജീവിതത്തിൽ ഏറെ സ്വാധീനം ചെലുത്തിയ കയർ, കശുവണ്ടി പോലുള്ള പരമ്പരാഗത വ്യവസായങ്ങളുടെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് ഈ പ്രോഗ്രസ് റിപ്പോർട്ടിനകത്തുണ്ടോ? ഇതെല്ലാം മറച്ചു വെച്ച് ഗൾഫ് രാജ്യങ്ങളിൽ കോടികൾ മുടക്കി പരസ്യപ്രചരണം നടത്തി കേരളത്തിലേക്ക് പ്രചരിപ്പിക്കാൻ കഴിയാതെ അത് അവരുടെ ഭയപ്പാട് കൊണ്ടാണെന്ന് പറയുമ്പോൾ നിഷേധിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? മാത്രവുമല്ല, കേരളത്തിലെ നിരവധി തകർന്നടിയുന്ന വ്യവസായങ്ങൾക്കൊപ്പം എന്തിനേറെ പറയുന്നു, കേരളം മുൻപിലാണ് എന്ന് നമുക്ക് സമ്മതിക്കേണ്ടി വരും. വെള്ളക്കരം ഇന്ത്യ രാജ്യത്തെ നമ്പർ 1 ആണ് കേരളം. ഭൂനികുതിയിൽ നമ്പർ 1 ആണ് കേരളം. വൈദ്യുതി ചാർജിൽ നമ്പർ 1 ആണ് കേരളം. ഇന്ധന ചാർജിൽ, ഇന്ധനത്തിന്റെ വിലയുടെ കാര്യത്തിൽ നമ്പർ 1 ആണ് കേരളം. കാരണം ഭരണാധികാരികൾക്ക് തിമർത്തു ഭരിക്കാൻ നികുതി കൂട്ടിയ കഴിഞ്ഞകാല രാജാക്കന്മാരുടെ അനുസ്മരിപ്പിക്കുന്ന തരത്തില് സർക്കാരിന് കിട്ടാനുള്ളതെല്ലാം ഞെക്കി പിഴിഞ്ഞെടുക്കുകയും പാവപ്പെട്ടവന്റെ ജീവിതത്തോട് പുറന്നു നിൽക്കുകയും ചെയ്യുന്ന ഈ സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ടിനെ കുറിച്ചും അത് ഭരണത്തുടർച്ചയുടെ കാരണമാകുമെന്ന് വിശ്വസിക്കുന്നത് ഒരുപക്ഷെ പ്രതിപക്ഷത്തിന് കഴിവുകളുണ്ടാകാം. ഡോക്ടർ മേരി ജോർജ് മതിവരയിട്ട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. കേരളത്തിന്റെ ധനപ്രതിസന്ധി എന്ന് പറയുന്നത് കേരളം വരുത്തിക്കൂട്ടിയതാണ് എന്ന് പറയുന്നതിനോട് കേരളത്തിലെ ഈ നിങ്ങളുടെ പേപ്പറിൽ എന്തെങ്കിലും പറയുന്നുണ്ടോ? നോക്കൂ, സെപ്റ്റംബർ 14, 2023 കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ കൃത്യമായിട്ട് പറയുന്നു, കേരളം കേന്ദ്രത്തിന് മുമ്പിൽ കൈനീട്ടേണ്ട ഒരു കാര്യവുമില്ല. കേരളം പിടിച്ചെടുക്കാനുള്ള കുടിശ്ശിക പിടിച്ചെടുത്താൽ 28,258 കോടി രൂപ. സുരേഷ് ബാബുവിന്റെ ഇടതുപക്ഷ സുഹൃത്തുക്കളെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, പിരിച്ചെടുക്കാൻ 28,258 കോടി രൂപ കേരളത്തിലെ സർക്കാർ അനാസ്ഥ കാണിക്കുന്നു. കേരളത്തിലെ മൊത്തം റവന്യൂ വരുമാനത്തിന്റെ 24.23% വരും. ആ റിപ്പോർട്ടിനകത്ത് ഇനം തിരിച്ചു പറയുന്നു, ഓരോ ഇടത്തിലുമുള്ള ഈ ഗവൺമെന്റിന് കിട്ടാനുള്ള കടം. ഇവിടെ പാവപ്പെട്ടവന് 100 കോടി രൂപ കൊടുക്കാനില്ല. പക്ഷേ വൻകിട ഭൂമുതലാളിമാർക്ക്, വൻകിട എസ്റ്റേറ്റ് മുതലാളിമാർക്ക് ലീസിനത്തില് വൻകിട ഇടപാടുകാർ നടത്തിയിരിക്കുന്ന വൈദ്യുതി കുടിശ്ശിക, വൻകിട കുത്തകൾ കൊടുക്കാനുള്ള ജലക്കുടിശ്ശിക, നികുതി കുടിശ്ശിക, ഇതൊന്നും പിടിച്ചെടുക്കാനില്ലാതെ പാവപ്പെട്ട പഞ്ചായത്ത് ഓഫീസിൽ 75 സ്ക്വയർ ഫീറ്റ് വീടുണ്ടാക്കാൻ പോകുന്നവന് 10-20 ഇരട്ടി അവന്റെ ചോര വലിച്ചൂറ്റി കുടിച്ചെടുക്കുന്ന ഇവർ നൽകിയ പരസ്യത്തിന്റെ കണക്ക് എനിക്ക് മനസ്സിലാകുന്നില്ല. 4 മിനിറ്റ് പരസ്യം തയ്യാറാക്കാൻ ഞാനും ആ ഫീൽഡും ഒക്കെ അല്പം ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. 4 മിനിറ്റ് പരസ്യത്തിന് 39 ലക്ഷം രൂപയാണ് ഖജനാവിൽ നിന്ന് ചെലവഴിക്കുന്നത്. സർ, ആ പണത്തിന്റെ കണക്ക് എവിടെയാണോ?